ഖുർആൻ ക്ലാസ്സിൽ സൂറത്തുൽ മുംതഹന എന്ന 60-ാം അധ്യായത്തിലെ ആദ്യത്തെ 3 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. മുഹമ്മദിൻ്റെ കൂടെ മദീനയിൽ വന്ന ആളുകളിൽ പലരും ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലത്തിൽ മക്കയിലുണ്ടായിരുന്ന തങ്ങളുടെ ബന്ധുക്കളുമായിട്ട്, രക്തബന്ധുക്കളായിട്ടുള്ള ആളുകളുമായിട്ട് സ്നേഹബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ പുനഃസ്ഥാപിക്കാനുള്ള പരിശ്രമം നടത്തി. അത് മുഹമ്മദിൻ്റെ ചതിപ്രയോഗങ്ങൾക്ക് തടസ്സമാകുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിനെ തടയാൻ വേണ്ടി അവതരിപ്പിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച ആദ്യത്തെ ഈ 3 വാക്യങ്ങൾ. അവിടെ പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങളുടെ രക്തബന്ധുക്കളുമായിട്ട് നിങ്ങൾ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവരൊക്കെ നിങ്ങളിൽ നിന്ന് എന്തായാലും വേർപിരിഞ്ഞ് പോവേണ്ടവരാണ്, നരകത്തിൽ പോവേണ്ടവരാണ്. അതുകൊണ്ട് ഈ കുടുംബബന്ധവും രക്തബന്ധമൊന്നും നോക്കിയിട്ട് നിങ്ങൾ അവിശ്വാസികളുമായിട്ട് അങ്ങനെ ആത്മബന്ധം സ്ഥാപിക്കാനൊന്നും ശ്രമിക്കേണ്ടതില്ല. അവരൊക്കെ അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ്. നാളെ നമ്മളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോകുന്ന സമയത്ത് അവരൊക്കെ മറുപക്ഷത്തായിരിക്കും നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സങ്കുചിതമായ വർഗീയത സൃഷ്ടിക്കുകയാണ് ഇവിടെ മുഹമ്മദ് ചെയ്യുന്നത്. വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും പേരിൽ മനുഷ്യബന്ധങ്ങളെ, രക്തബന്ധങ്ങളെപ്പോലും അറുത്തു മുറിക്കുന്ന ക്രൂരതയുടെ വെളിപാടുകളാണ് നമ്മൾ ഈ വായിച്ചത്. ഈ 3 വാക്യങ്ങളുടെ ആശയത്തിൻ്റെ രത്നചുരുക്കം എന്ന നിലയിൽ റാസി എഴുതി വച്ചിട്ടുള്ള 2 ഖണ്ഡിക ഞാൻ വായിക്കാം. നിങ്ങൾ എൻ്റെ സ്നേഹിതരെങ്കിൽ എൻ്റെ ശത്രുക്കളെ സ്നേഹിക്കുന്നവരാവരുത്. നമ്മുടെ രഹസ്യങ്ങൾ അവർക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർ പിന്നെ സത്യവിശ്വാസികളാവില്ല. മക്കയിലുള്ള അവിശ്വാസികളായ ബന്ധുക്കളുമായി അടുപ്പം കൂടാൻ നിങ്ങൾ ശ്രമിക്കുന്നത് വെറുതെയാണ്. ഇഹത്തിൽ നിങ്ങൾ അടുത്താലും പരത്തിൽ വേർപിരിയും. അവിടെ സത്യവിശ്വാസി സ്വർഗത്തിലേക്കും സത്യനിഷേധി നരകത്തിലേക്കുമായി വേർപിരിഞ്ഞു പോകും. അതിനാൽ അവരെ ഭയന്നോ മറ്റോ നിങ്ങൾ അവരുമായി സൗഹൃദത്തിലാവേണ്ട കാര്യമില്ല. സർവോപരി അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിഷേധികളും മതത്തിൽ നിന്ന് പുറത്തു പോയവരും ആകണമെന്നാണ്. അള്ളാഹുവിൻ്റെ ശത്രുക്കൾക്ക് അള്ളാഹുവിൻ്റെ ആളുകളോട് യഥാർത്ഥ സ്നേഹമുണ്ടാവില്ല. ഇക്കാര്യത്തിൽ രക്തബന്ധങ്ങൾ ഉപകാരപ്പെടുകയില്ല, അല്ലെങ്കിൽ ഈ ബന്ധത്തിലുണ്ടാകുന്ന മക്കൾ ഉപകാരപ്പെടുകയില്ല എന്നും വിവക്ഷയാവാം. എന്നാൽ അവരുമായുള്ള കുടുംബബന്ധം വിച്ഛേദിക്കണമെന്ന് അള്ളാഹു പറയുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഇബ്രാഹീമിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഇബ്രാഹീമിനെ നിങ്ങൾ ഈ കാര്യത്തിൽ മാതൃകയാക്കണം എന്ന് പറയുന്ന ഒരു നീണ്ട വാക്യമാണ് അടുത്ത 4-ാമത്തെ വാക്യം. ഞാൻ ആ വാക്യം വായിക്കാം. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഇബ്രാഹീമിലും കൂടെയുള്ളവരിലും ഉത്തമ മാതൃകയുണ്ട്. നിങ്ങളുടെ ജനതയോട് അവർ പറഞ്ഞു, നിങ്ങളിൽ നിന്നും അള്ളാഹുവുമായി പങ്കുചേർത്തു നിങ്ങൾ ആരാധിക്കുന്നവയിൽ നിന്ന് തീർച്ചയായും ഞങ്ങൾ ഒഴിവാണ്. നിങ്ങളെ ഞങ്ങൾ അവിശ്വസിച്ചു. നിങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നതുവരെ എല്ലാ കാലവും നമ്മൾ തമ്മിലുള്ള ശത്രുതയും വിദ്വേഷവും പ്രകടമായി കൊണ്ടിരിക്കും. എന്നാൽ ഇബ്രാഹിം തൻ്റെ പിതാവിനോട്, ഞാൻ താങ്കൾക്ക് വേണ്ടി പാപമോചനം തേടാം, എന്നാൽ താങ്കൾക്ക് വേണ്ടി യാതൊന്നും അള്ളാഹുവിൽ നിന്ന് നേടിത്തരാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. ഞങ്ങളുടെ രക്ഷിതാവേ, നിന്നിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും നിന്നിലേക്ക് മടങ്ങുകയും ചെയ്തു. നിന്നിലേക്കു തന്നെയാണല്ലോ തിരിച്ചുവരവ്. ഇവിടെ ഇബ്രാഹിം തൻ്റെ വാപ്പയോട് പെരുമാറിയത് എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മളെല്ലാവരും പെരുമാറേണ്ടത്. അതിനെ മാതൃകയാക്കണം എന്നാണ് ഈ വിശദീകരിച്ചത്. അതിൻ്റെ കൂടെ തന്നെ ഇബ്രാഹിം ചെയ്ത ഒരു കാര്യം മാതൃകയാക്കരുത് എന്ന് പ്രത്യേകം ഇതിലെടുത്ത് പറയുന്നുണ്ട്. അവിശ്വാസിയായ ബഹുദൈവാരാധകനോ അല്ലെങ്കിൽ വിഗ്രഹാരാധകനോ ആയ തൻ്റെ വാപ്പയ്ക്ക് പാപമോചനം നൽകണമേ എന്ന് ഇബ്രാഹിം പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് വാപ്പയോട് വാക്ക് പറയുകയോ ചെയ്തു എന്നും, ആ ചെയ്തത് നിങ്ങൾ അനുകരിക്കാൻ പാടില്ല. മറിച്ച് ഇബ്രാഹിം വാപ്പയോട് ചെയ്ത മറ്റു കാര്യങ്ങളാണ് നിങ്ങൾ അനുകരിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇബ്രാഹിമിൻ്റെ മാതൃക അനുസരിച്ച് നിങ്ങൾ സ്വന്തം വാപ്പയാണെങ്കിൽ പോലും ദൈവം വേറെയാണെങ്കിൽ, ആരാധന വേറെയാണെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് പൊയ്ക്കളയണം എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പാടില്ല എന്നുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഇബ്നു കസീർ ഈ ആശയം ഒന്നുകൂടെ മനസ്സിലാക്കി തരാൻ വേണ്ടി ഖുർആനിലെ സമാനമായ വേറെ ചില ആയത്തുകൾ ഉദ്ധരിച്ച് കേൾപ്പിക്കുന്നുണ്ട്. അത് സൂറത്ത് തൗബയിലെ 9-ാം അധ്യായത്തിലെ 113, 114 വാക്യങ്ങളാണ്. അതിങ്ങനെയാണ്: ബഹുദൈവ വിശ്വാസികൾ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ അവകാശികളാണെന്ന് തങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടി പാപമോചനം തേടുവാൻ അവർ അടുത്ത ബന്ധമുള്ളവരായാൽ പോലും പ്രവാചകനും സത്യവിശ്വാസികൾക്കും പാടുള്ളതല്ല.
114 ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ പിതാവിന് വേണ്ടി പാപമോചനം തേടിയത് അദ്ദേഹം പിതാവിനോട് അങ്ങനെ വാഗ്ദാനം ചെയ്തതുകൊണ്ട് മാത്രമായിരുന്നു. എന്നാൽ അയാൾ അള്ളാഹുവിൻ്റെ ശത്രുവാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായപ്പോൾ അദ്ദേഹം അയാളെ വിട്ടൊഴിഞ്ഞു. തീർച്ചയായും ഇബ്രാഹിം ഏറെ താഴ്മയുള്ളവനും സഹനശീലനുമാകുന്നു. അപ്പോൾ ഇബ്രാഹിം വാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് എന്നും പിന്നീട് വാപ്പ അള്ളാഹുവിൻ്റെ ശത്രുവാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇബ്രാഹിം പൂർണ്ണമായിട്ടും വാപ്പയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പോയി എന്നും അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവരെത്ര അടുത്ത ബന്ധുക്കളായാലും അവരെത്ര വലിയ സ്നേഹം കാണിച്ചവരായാലും അവരാരായാലും ശരി അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുമാണ് ഇവിടെ പറഞ്ഞത്. ഈ ആയത്തുകൾ ഇറങ്ങിയതിൻ്റെ പശ്ചാത്തലം വിവരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആരുടെയും നെഞ്ചു പൊട്ടിപ്പോകും. കാരണം മുഹമ്മദിനെ അവസാന ശ്വാസം വരെയും മക്കയിൽ സംരക്ഷിച്ച അബൂ താലിബ് മരണശയ്യയിൽ കിടക്കുമ്പോൾ ചക്രശ്വാസം വലിച്ചുകൊണ്ട് ഇന്നോ നാളെയോ മരിക്കുമെന്ന അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് മുഹമ്മദ് അവിടെ പോയിട്ട് തൗഹീദ് തിരുകാൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം മുഹമ്മദിനെ കുറ്റപ്പെടുത്തുകയും അദ്ദേഹം അവസാനം ഞാൻ എൻ്റെ അബ്ദുൽ മുത്തലിബിൻ്റെ മതത്തിൽ തന്നെ വിശ്വസിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ആ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടും മുഹമ്മദിനോട് പറഞ്ഞു എന്നും അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നും ആ വാപ്പാക്കും വേണ്ടിയിട്ട് മുഹമ്മദ് ഇനി പ്രാർത്ഥിക്കാൻ പാടില്ല, ആ വാപ്പ നരകത്തിലാണ് എന്ന് അള്ളാഹു ആ സമയത്ത് ആയത്തിറക്കി എന്നുമാണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ പരം ഇനി വേറൊന്നും പറയാനില്ല. കാരണം അബൂ താലിബിൻ്റെ മരണശയ്യയിൽ പോയിട്ട് ഇങ്ങനെ ഒരു ആയത്തിറക്കിയിട്ട് ആ മനുഷ്യനെ വേദനിപ്പിച്ചു എങ്കിൽ മുഹമ്മദിൻ്റെ മുഹമ്മദിൻ്റെ വെളിപാടും എത്രമാത്രം സങ്കുചിതവും മനുഷ്യത്വരഹിതവും ക്രൂരവുമാണ് എന്നതിന് വേറെ തെളിവുകളോ അല്ലെങ്കിൽ വേറെ ഉദാഹരണങ്ങളോ തേടി നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇനി ഇബ്രാഹിമിൻ്റെ മാതൃകയാക്കണം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് സാക്ഷാൽ മൗദൂദി എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഇബ്രാഹിം തൻ്റെ നിഷേധികളും വിഗ്രഹാരാധകരുമായ സമൂഹത്തോട് സകല ബന്ധങ്ങളും വിച്ഛേദിച്ചതായി നിർഭയമായും അസന്നിഗ്ധമായും വിളംബരം ചെയ്തത് നിങ്ങൾക്ക് അനുകരണീയമായ സംഗതിയാകുന്നു. എന്നാൽ അദ്ദേഹം തൻ്റെ വിഗ്രഹാരാധകനായ പിതാവിൻ്റെ പാപമുക്തിക്കായി പ്രാർത്ഥിക്കാമെന്ന് വാക്കുകൊടുത്തതും പ്രായോഗികമായി അങ്ങനെ ചെയ്തതും അനുകരണീയമല്ല. കാരണം മനഃപൂർവ്വം സത്യത്തെ നിഷേധിക്കുന്നവരോട് അത്തരത്തിലുള്ള സ്നേഹവും അനുഭാവവും സത്യവിശ്വാസികൾ പുലർത്തിക്കൂടാ. സൂറത്തു തൗബയിൽ അള്ളാഹു ഇക്കാര്യം ഇപ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹുദൈവ വിശ്വാസികളെ അവർ എത്ര തന്നെ ഉറ്റവരായിരുന്നാലും പാപമോചനത്തിനു വേണ്ടി ഏകദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പ്രവാചകനും സത്യവിശ്വാസികൾക്കും ഭൂഷണമായിട്ടുള്ളതല്ല. അതിനാൽ ഇബ്രാഹിം അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിമും തൻ്റെ സത്യനിഷേധികളായ ഉറ്റവരുടെ പാപമോചനത്തിന് പ്രാർത്ഥിച്ചുകൂടാ. ശരി, ഇബ്രാഹിം എങ്ങനെയാണ് ചെയ്തത്? അദ്ദേഹം ആ പ്രാർത്ഥന പതിവാക്കിയിരുന്നുവോ? സൂറത്തു തൗബ 114 സൂക്തത്തിൽ അത് ഇപ്രകാരം വ്യക്തമാക്കിയിരിക്കുന്നു. ഇബ്രാഹിം സ്വപിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചത് അദ്ദേഹം പിതാവിനോട് ചെയ്ത ഒരു വാഗ്ദാനത്തിൻ്റെ പേരിൽ മാത്രമായിരുന്നു. പിന്നീട് പിതാവ് അള്ളാഹുവിൻ്റെ ശത്രുവാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അയാളിൽ തനിക്കുള്ള വിരക്തി വെളിപ്പെടുത്തുകയും ചെയ്തു. സത്യത്തിൽ ഇബ്രാഹിം വളരെ അലിവും കനിവും ഉള്ളവനായിരുന്നു. ഈ സൂക്തം ആഴത്തിൽ പഠിച്ചാൽ പ്രവാചകന്മാർ അവരുടെ അവസാന കാലം വരെ നിലനിർത്തിയ കർമ്മങ്ങൾ മാത്രമേ അനുകരണീയമായിരിക്കൂ എന്ന ഒരടിസ്ഥാന തത്വം വ്യക്തമാകുന്നതാണ്. പിൽക്കാലത്ത് അവർ തന്നെ വർജിച്ചതോ അല്ലെങ്കിൽ തുടരാൻ അള്ളാഹു അനുവദിക്കാതിരുന്നതോ അതുമല്ലെങ്കിൽ ദൈവിക ശരീഅത്ത് വിലക്കിയിട്ടുള്ളതോ ആയ പ്രവാചക കർമ്മങ്ങൾ അനുകരണീയമല്ല. അത്തരമൊരു കർമ്മത്തെ ഈ പ്രവാചകൻ അപ്രകാരം ചെയ്തിട്ടുണ്ടല്ലോ എന്ന ന്യായത്തിൽ ആരും പിന്തുടരാവുന്നതുമല്ല. ഇവിടെ മൗദൂദി പറഞ്ഞു വരുന്നത് മുഹമ്മദ് നബി മക്കയിലായിരുന്ന കാലത്ത് ചില വിട്ടുവീഴ്ചകളൊക്കെ അന്യമതക്കാരോട് ചെയ്തിട്ടുണ്ട്. അതൊന്നും അവസാന കാലത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആദ്യകാലത്ത് ചെയ്ത കാര്യങ്ങളൊന്നും അനുകരണീയ മാതൃകയായിട്ട് സ്വീകരിക്കാൻ പാടില്ല. മുഹമ്മദ് നബി മദീനയിൽ നടപ്പിലാക്കിയതാണ് മുസ്ലിങ്ങൾ ഇന്ന് അനുകരിക്കേണ്ടത് എന്നുകൂടി ഇതിൻ്റെ ഇടയിൽ കൂടെ മൗദൂദി കുത്തിത്തിരികി പറയുന്നുണ്ട്. അതൊക്കെ എന്തുദ്ദേശം വെച്ചാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ മൗദൂദിസം എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. ഇനി കൂറ്റനാട് മുസ്ലിയാർ ഇതുമായി ബന്ധപ്പെട്ട് എഴുതി വച്ചിട്ടുള്ള ഒരു ഖണ്ഡിക വായിക്കാം. എന്നാൽ ഇബ്രാഹിം നബി സത്യനിഷേധിയായ തൻ്റെ പിതാവിന് വേണ്ടി പാപമോചനത്തിന് പ്രാർത്ഥിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹത്തെ മാതൃകയാക്കരുത് എന്ന് ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. ഇബ്രാഹിം മുശ്രിക്കായ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ടായ കാരണം സൂറത്തു തൗബ 114 വ്യക്തമാക്കിയിട്ടുണ്ട്. സിർക്കിൻ്റെയും കുഫറിൻ്റെയും
അനുയായിയാണെന്ന് വ്യക്തമായ ആൾക്ക് വേണ്ടി പരലോക രക്ഷയ്ക്ക് പാപമോചനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്ന് ഈ ഖുർആൻ വാക്യം കൊണ്ട് വ്യക്തമാകുന്നു. അപ്പോൾ ഇന്നത്തെ പുരോഗമന ആശയക്കാരെന്ന് പറയപ്പെടുന്ന ചില ആളുകൾ ചെയ്യാറുള്ളതുപോലെ സത്യവിശ്വാസികളല്ലാത്ത ചില ആളുകൾ മൃതിയടഞ്ഞ ശേഷം അവരുടെ ശാന്തിക്കും മോക്ഷത്തിനും വേണ്ടി മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തുന്നതും അതിൽ പങ്കുവഹിക്കുന്നതും അനിസ്ലാമികമായ ദുരാചാരമാണ് എന്നതിൽ സംശയമില്ല. ഇത് പണ്ട് ജവഹർലാൽ നെഹ്റു മരിച്ച സമയത്ത് അവിടെ നടന്ന സമൂഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത മുസ്ലിം പണ്ഡിതന്മാർക്കെതിരായിട്ട് മുസ്ലിം പണ്ഡിത ലോകത്ത് നിന്ന് തന്നെ വലിയ ഫത്വയും വലിയ വിചാരണയും ഒക്കെ നടന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ പല സന്ദർഭങ്ങളിലും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 5-ാമത്തെ വാക്യവും ഈ 4-ാമത്തെ ഇബ്രാഹിം കഥയുടെ തുടർച്ചയാണ്. ഇബ്രാഹിമിൻ്റെ കൂടെയുള്ളവരും ഇബ്രാഹിമും കൂടി പ്രാർത്ഥിച്ചതായിട്ട് ഉദ്ധരിക്കുന്നതാണ് 5-ാമത്തെ വാക്യം. ഞങ്ങളുടെ രക്ഷിതാവേ, സത്യനിഷേധികളുടെ പീഡനത്തിന് ഞങ്ങളെ ഇരയാക്കരുതേ, ഞങ്ങൾക്ക് നീ പുറത്തു തരയണമേ, തീർച്ചയായും നീ തന്നെയല്ലോ യുക്തിമാനും പ്രതാപിയും. സത്യനിഷേധികളുടെ ഒരു തരത്തിലുള്ള പീഡനത്തിനും ഞങ്ങളെ ഇരയാക്കരുതേ എന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ചു എന്നാണ്. ബാപ്പായെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബാപ്പ ഒരു സത്യനിഷേധിയാണ് എന്ന മട്ടിൽ ആ സ്വാധീനത്തിൽ ഞങ്ങളെ പെടുത്തരുതേ എന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ചു. അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കണം എന്ന് മുഹമ്മദിൻ്റെ അനുയായികളോട് കൽപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ പ്രാർത്ഥനയിൽ എന്തൊക്കെ അർത്ഥങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് മുഫസ്സിറുകൾ വാചാലമായിട്ട് വിവരിക്കുന്നുണ്ട്. ഇമാം റാസി എഴുതി വെച്ച ചില കാര്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഞങ്ങളുടെ രക്ഷിതാവേ, സത്യനിഷേധികളുടെ പീഡനത്തിന് ഞങ്ങളെ ഇരയാക്കരുതേ എന്നതും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ശത്രുക്കൾക്ക് ഞങ്ങളുടെ മേൽ ആധിപത്യം നൽകരുതേ, ആധിപത്യം നൽകിയാൽ അവരാണ് ശരിയെന്ന് ജനങ്ങൾ കരുതും. അതായത് മുസ്ലിങ്ങളുടെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള ഭരണാധികാരമോ അല്ലെങ്കിൽ മേൽക്കൈയോ മറ്റു മതക്കാർക്ക് ഉണ്ടാക്കരുതേ. അങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം മതത്തേക്കാൾ മറ്റേ മതമാണ് നല്ലത് എന്ന് നാട്ടുകാർക്ക് തോന്നിപ്പോകും എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്ന് ഇബ്നു അബ്ബാസ് വിശദീകരിച്ചു എന്നാണ് റാസി എഴുതിയിട്ടുള്ളത്. ഇനി അടുത്തത് മുജാഹിദിൻ്റെ വക. അവരുടെ കൈകളാലും നിൻ്റെ കൈകളാലും ഞങ്ങളെ ശിക്ഷിക്കരുത്. അപ്പോൾ ജനം പറയും, ഇവരായിരുന്നു സത്യത്തിലെങ്കിൽ അവരെ ദൈവശിക്ഷ ബാധിക്കുകയുണ്ടായിരുന്നില്ല. ഇവിടെ അവിശ്വാസികളും വിശ്വാസികളുമുള്ള ഒരു നാട്ടിൽ വിശ്വാസികളായ മുസ്ലിങ്ങൾക്ക് അവരുടെ ഈ അവിശ്വാസികളുടെ വക എന്തെങ്കിലുമൊക്കെ അക്രമമോ ശിക്ഷയോ കിട്ടുകയോ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വകയായിട്ട് വേറെന്തെങ്കിലും ബുദ്ധിമുട്ടോ ശിക്ഷയോ കിട്ടുകയോ ചെയ്യുകയാണെങ്കിലും ഇതുപോലെ ആളുകൾ തെറ്റിദ്ധരിക്കും അവരുടെ മതവും അവരുടെ ദൈവവുമാണ് ശരിയെന്ന്, ഈ മതം അത്ര ഗുണമില്ല എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യല്ലേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത് എന്നാണ് ഇവിടെ മുജാഹിദിൻ്റെ അഭിപ്രായമായിട്ട് എഴുതി വച്ചിട്ടുള്ളത്. മറ്റൊരു വ്യാഖ്യാനം, ഞങ്ങളെക്കാൾ അവർക്ക് നീ വിഭവങ്ങൾ നൽകരുതേ, ഞങ്ങൾക്കത് ദോഷമാകും. സാമ്പത്തികമായും മറ്റും നമ്മളെക്കാൾ കൂടുതൽ പെടുത്ത അവിശ്വാസികൾ മറ്റു മതക്കാരും മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ അതും നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് ക്ഷീണമുണ്ടാക്കും, നമ്മുടെ മതത്തിനും നമ്മുടെ ദൈവത്തിനും അത് ദോഷമുണ്ടാക്കും. അതുകൊണ്ട് സാമ്പത്തികമായിട്ടും അവർ നമ്മളെക്കാൾ ഉയരരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന്. ഇനി അടുത്ത വാക്യം ഞാൻ വായിക്കാം, 6-ാമത്തെ വാക്യം. തീർച്ചയായും അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്നവർക്ക് അവരിൽ ഉത്തമ മാതൃകയുണ്ട്. ആരെങ്കിലും തിരിഞ്ഞു കളയുന്ന പക്ഷം അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനും തന്നെയാകുന്നു. 7-ാമത്തെ വാക്യം. നിങ്ങൾക്കും നിങ്ങൾ ശത്രുത പുലർത്തിയവർക്കും ഇടയിൽ ഒരുപക്ഷെ അള്ളാഹു സ്നേഹബന്ധം ഉണ്ടാക്കിയേക്കാം. അള്ളാഹു ഏതിനും കഴിവുള്ളവനാണ്, ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അപ്പോൾ മറ്റുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവരൊക്കെ നമ്മൾ മതത്തിലേക്ക് വരാനും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് നമുക്ക് സ്നേഹബന്ധമൊക്കെ പുനഃസ്ഥാപിക്കാനും ചിലപ്പോൾ നാളെ സാധിച്ചേക്കാം, നിങ്ങളിപ്പോൾ സങ്കടപ്പെടണ്ട. അതല്ല അവർ അവിശ്വാസികളായി തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും അവരെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനൊന്നും ഏതായാലും പറ്റൂല, അവർ നരകത്തിലായിരിക്കും, നിങ്ങൾ സ്വർഗത്തിലായിരിക്കും. അപ്പോൾ അള്ളാഹു നിങ്ങളെ അവരെയും തമ്മിൽ വേർതിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അവരോട് വലിയ സ്നേഹം പ്രകടിപ്പിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്നേഹബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ആ ബന്ധം മുറിച്ച് കളയാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്നവർക്ക് അവരിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് പറഞ്ഞത് ഇബ്രാഹീമിലും ഇബ്രാഹിമിൻ്റെ കൂടെയുള്ളവരിലും മാതൃകയുണ്ട് എന്നാണ്. കാരണം അവർ സ്വന്തം ബാപ്പാനെ അടക്കം ഈ രീതിയിൽ ഉപേക്ഷിച്ച് പോരുകയാണ് ചെയ്തത്. സ്വന്തം ബാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലും
തെറ്റാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ആരെങ്കിലും തിരിഞ്ഞു കളയുന്ന പക്ഷം അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനും തന്നെയാകുന്നു. ഇനി അതൊന്നും കേൾക്കാതെ ആരെങ്കിലും ഈ ബന്ധമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി, അള്ളാഹുവിന് ഇപ്പോൾ അതുകൊണ്ട് വലിയ ഛേദമൊന്നുമില്ല, അള്ളാഹു അങ്ങനെ അല്ലാതെ തന്നെ പരിപൂർണനാണ്, അള്ളാഹു സ്തുത്യർഹനുമാണ് എന്നൊക്കെ അള്ളാഹു സ്വയം വീമ്പ് പറയുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് അള്ളാഹു തന്നെ വെട്ടിത്തിരുത്തിയിട്ട് ഇളവ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സന്ദർഭമായിട്ട് പറയുന്നത് ഇങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ വെളിപാടുകൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന ബന്ധുക്കളായിട്ടുള്ള ആളുകൾ, വിശ്വാസത്തിൻ്റെ പേരിൽ കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിച്ച ആളുകൾ, ആ ബന്ധങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കർശനമായി വിലക്കപ്പെടുകയും അവർ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. ഉമ്മയും മകളും തമ്മിൽ, വാപ്പയും മകനും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, ഇവരൊക്കെ തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത രീതിയിൽ ആയി മാറിക്കഴിഞ്ഞു. കാരണം അള്ളാഹുവിൻ്റെ ഈ തിട്ടൂരം അവർ പ്രാക്ടിക്കലാക്കി മാറ്റി. അങ്ങനെ വന്നപ്പോൾ പല കുടുംബങ്ങൾക്കും പല വ്യക്തികൾക്കും അത് താങ്ങാൻ കഴിഞ്ഞില്ല, സഹിക്കാൻ കഴിഞ്ഞില്ല. പലരും സങ്കടപ്പെടാൻ തുടങ്ങി. ഈ ബന്ധങ്ങൾ വിച്ഛേദിച്ചതിൽ ആകെ വലിയ ഒരു മാനസിക സംഘർഷം അവിടെ പല കുടുംബങ്ങളിലും ഉയർന്നു വന്നു. അപ്പോൾ അള്ളാഹുവിന് ട്യൂബ് ലൈറ്റ് കത്തി. അപ്പോൾ അള്ളാഹുവിന് ഞാൻ പറഞ്ഞത് കുറച്ച് കടുപ്പേറിപ്പോയല്ലോ എന്ന് ബോധ്യപ്പെട്ടു. പ്രായോഗികമായി ഇതെല്ലാം കണ്ടപ്പോൾ അള്ളാഹുവിന് ഒരു ചെറിയ തിരിച്ചറിവുണ്ടായി. ആ തിരിച്ചറിവുണ്ടായപ്പോൾ അള്ളാഹു ആയത്തൊന്ന് മയപ്പെടുത്തിയിട്ട് പിന്നീട് അത് വെട്ടിത്തിരുത്തി ലേശം വിളവ് കൊടുക്കുന്ന കോമഡിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വായിച്ച 6-7 വാക്യങ്ങളും തുടർന്ന് വായിക്കാൻ പോകുന്ന 8ാമത്തെ വാക്യവുമൊക്കെ ആ ഗണത്തിൽപ്പെട്ടതാണ്. 8ാമത്തെ വാക്യം ഞാൻ വായിക്കാം. മതത്തിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും അവരോട് നീതി കാണിക്കുന്നതും അള്ളാഹു നിരോധിക്കുന്നില്ല. തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം പോയി. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങോട്ട് ശത്രുത പുലർത്തുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങോട്ട് ലോഹ്യം കാണിക്കാതെ ഇരുന്നാൽ മതി. ഇങ്ങോട്ടൊന്നും ശത്രുതയൊന്നും കാണിക്കുന്നില്ലെങ്കിൽ അവിശ്വാസികളാണെങ്കിലും നിങ്ങൾ അവരോട് ബന്ധം തുടർന്നോളൂ എന്ന മട്ടിൽ അള്ളാഹുവിൻ്റെ നിലപാട് തിരുത്തി, ഖുർആൻ വാക്യം വെട്ടിത്തിരുത്തി പുതിയത് അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ സന്ദർഭം വാഹിദിയൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. Allah says to the believers, you have in Abraham as well as in the prophets and friends of Allah good role models regarding their declaration of enmity towards their relatives who were idolaters, which should be emulated. So when this verse was revealed, the believers declared their relatives who were idolaters to be their enemies. They showed this enmity to them and absolved themselves of all the things that they did or believed in. Allah, He knew that this was hard on the believers and so He revealed. അപ്പോൾ അള്ളാഹുവിന് ഇത് കുറച്ച് കടുത്തതായി എന്ന് മനസ്സിലായി. അപ്പോൾ അള്ളാഹു ഇത് തിരുത്തി എന്നാണ് പറയുന്നത്. സ്വന്തം ബ്ലഡ് റിലേറ്റീവ്സായ ആളുകളെയൊക്കെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കുകയും അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുകയും ചെയ്തു ഈ പറഞ്ഞ ആയത്തുകളൊക്കെ ഇറങ്ങിയ സന്ദർഭത്തിൽ. അപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് അള്ളാഹു കണ്ടറിഞ്ഞു. അള്ളാഹു എന്ന് പറയുന്ന സാധനം സർവജ്ഞാനിയാണ്, സർവസമ്പൂർണനാണ്. പക്ഷേ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കണ്ടപ്പോഴാണ് മൂപ്പര് ഇറക്കിയ ആയത്ത് ലേശം കട്ടി കൂടിപ്പോയി എന്ന് തോന്നിയത്. അപ്പോൾ മൂപ്പര് തിരുത്തിക്കൊണ്ട് ഇറക്കിയ ആയത്താണ് ഇപ്പോൾ നമ്മൾ വായിച്ച 8ാമത്തെ വാക്യം. ഇനി ചില സംഭവങ്ങൾ ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ സമയത്തുണ്ടായ കുത്തൈല ബിന്ത് അബ്ദുൽ ഉസ്സ went to visit her daughter Asma bint Abi Bakr and took with her gifts, desert lizards, clarified butter and dry cheese. However, Asma refused to let her in her house and rejected her gifts. Aisha went on behalf of Asma to ask the Prophet. Allah revealed this verse. അബൂബക്കറിൻ്റെ മകൾ അസ്മ. ഈ അസ്മയുടെ ഉമ്മ കുത്തൈല എന്ന് പറയുന്ന സ്ത്രീ ഒരു അവിശ്വാസിയായിരുന്നു. അവർ മക്കയിലായിരുന്നു. അബൂബക്കറിൻ്റെ ഭാര്യ. ഈ അസ്മ കുത്തൈലയുടെ മകളാണ്. ഹുദൈബിയ സന്ധിയുടെ സമയത്ത് മുഹമ്മദും ഇവരെല്ലാവരും കൂടെ മക്കയിലെത്തിയിരുന്ന സമയത്ത് ഈ കുത്തൈല മകളെ കാണാൻ വേണ്ടിയിട്ട് അവർ താമസിക്കുന്നിടത്തേക്ക് കുറച്ച് ഇറച്ചിയും സാധനങ്ങളൊക്കെ ആയിട്ട് സമ്മാനങ്ങളൊക്കെ ആയിട്ട് വന്നു. പക്ഷേ അസ്മ സ്വന്തം ഉമ്മ
ഭക്ഷണ സാധനങ്ങളുമായി വന്നപ്പോൾ ഉമ്മയെ അവിടുന്ന് ആട്ടി ഓടിച്ചു. ആ ഭക്ഷണ സാധനങ്ങൾ സ്വീകരിക്കുകയോ ഉമ്മയെ വീട്ടിനകത്ത് കയറ്റുകയോ ചെയ്യാതെ അവിടുന്ന് ആട്ടി ഓടിച്ചു. ഇതിനെക്കുറിച്ച് ആയിഷ പോയിട്ട് മുഹമ്മദിനോട് ചോദിച്ചപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് പറഞ്ഞത്. അപ്പം മുഹമ്മദിൻ്റെ സ്വന്തക്കാരായിട്ടുള്ള ആൾക്കാർ, കുടുംബക്കാരുടെ ഇടയിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തോന്നിയപ്പോൾ മുഹമ്മദിന് അതിൽ വിഷമം തോന്നുകയും, മുഹമ്മദിന് വിഷമം തോന്നിയപ്പോൾ മുഹമ്മദിൻ്റെ അള്ളാഹുവിന് നേരം വെളുക്കുകയും ട്യൂബ് ലൈറ്റ് കത്തുകയും, അങ്ങനെ ഞാൻ പറഞ്ഞത് കുറച്ച് കടുപ്പം കൂടിപ്പോയല്ലോ എന്ന് ഈ അള്ളാഹുവിന് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഇളവ് അനുവദിക്കുകയും ചെയ്യുന്നതാണ് നമ്മളിവിടെ കണ്ടത്. എന്താ ഇളവ്? അങ്ങനെ ശത്രുതയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട. ഇപ്പോൾ ഉമ്മാക്ക് ശത്രുതയൊന്നും ഉണ്ടായിട്ടല്ലല്ലോ മകളെ കാണാൻ വന്നത്. മകൾ അവിടെ എത്തിയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ഈ ഉമ്മ ഓടി വന്നതാണ് മകളെ കാണാൻ വേണ്ടിയിട്ട്. കുറേ ഇറച്ചിയൊക്കെ ഉണ്ടാക്കി മകളെടുത്തേക്ക്. അപ്പോഴാണ് മകൾ ഈ ആയത്തിൻ്റെ ബലത്തിലും വിശ്വാസത്തിൻ്റെ ബലത്തിലും സ്വന്തം ഉമ്മാനെ ആട്ടി ഓടിക്കുന്നത്. കാരണം ഉമ്മ വിശ്വാസിയല്ല. ഈ കഥ കേട്ടപ്പോൾ മുഹമ്മദിന് ബേജാറിനായി. മുഹമ്മദ് ലേശം വിഷമം തോന്നി. മുഹമ്മദിന് എപ്പോഴും അങ്ങനെയാണ്. മുഹമ്മദിൻ്റെ ഏറ്റവും സ്വന്തക്കാരായ ആൾക്കാരുടെ ഇടയിൽ മുഹമ്മദ് പറയുന്ന ആശയങ്ങൾ വേദന ഉണ്ടാക്കുന്നു എന്ന് മുഹമ്മദിന് ബോധ്യപ്പെടുമ്പോഴാണ് മുഹമ്മദിൻ്റെ അള്ളാഹുവിനും ലേശം മനുഷ്യപ്പറ്റൊക്കെ വരുന്നത്. അപ്പോൾ അള്ളാഹു ആയത്തിറക്കി, ശത്രുത ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ രീതിയിൽ പെരുമാറേണ്ടതുള്ളൂ. ഇങ്ങോട്ട് ശത്രുതയൊന്നും കാണിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ കുടുംബ ബന്ധമൊക്കെ തുടരാൻ വലിയ കുഴപ്പമില്ല. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇബ്രാഹിമിൻ്റെ മാതൃക സ്വീകരിക്കണം. നിങ്ങൾ സ്വന്തക്കാരായിട്ട് കാര്യമില്ല, മക്കളായിട്ട് കാര്യമില്ല, വാപ്പയായിട്ടും ഉമ്മായിട്ടും കാര്യമില്ല, വിശ്വാസി അല്ലെങ്കിൽ നിങ്ങൾ അവരായിട്ട് യാതൊരു ബന്ധവും പാടില്ല, അവർക്കും വേണ്ടി പ്രവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കടുത്ത നിലപാട് സ്വീകരിച്ചപ്പോൾ മക്കൾ ഉമ്മാരാട്ടി ഓടിക്കുന്ന അവസ്ഥ ഉണ്ടായി. അത് സ്വന്തം വീട്ടിൽ സംഭവിച്ചപ്പോൾ, സ്വന്തക്കാരുടെ ഇടയിൽ സംഭവിച്ചപ്പോൾ അള്ളാഹ്ക്ക് ലേശം വിഷമമുണ്ടായി. അള്ളാഹ് വെട്ടിത്തിരുത്തി. അപ്പോൾ അള്ളാഹ്ക്ക് ട്യൂബ് ലൈറ്റ് മിന്നുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. സർവജ്ഞാനിയായ അള്ളാഹു ഇതെല്ലാം കണ്ടറിഞ്ഞിട്ട് എല്ലാവർക്കും എല്ലാ കാലത്തേക്കും എല്ലാ സന്ദർഭത്തിനും യോജിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടും യുക്തമായിട്ടും പറയാൻ പഠിച്ചിട്ടില്ല. മറിച്ച് ഓരോ സന്ദർഭത്തിൽ ഓരോ മണ്ടത്തരങ്ങൾ പറയും. ആ മണ്ടത്തരങ്ങൾ ആളുകൾ പ്രാവർത്തികമാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അപ്പോൾ മനസ്സിലാവുമ്പോൾ വെട്ടിത്തിരുത്തും. ഇതാണ് അള്ളാഹിൻ്റെ സർവജ്ഞാനം. ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഒരുപാട് തരുന്നുണ്ട്. ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ ഒരു ദൃഷ്ടാന്തവും കിട്ടില്ല, തലച്ചോറ് കൊണ്ട് ചിന്തിക്കണം. അത്രയേ ഉള്ളൂ. മതകാര്യങ്ങളിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും സ്വന്തം വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്തവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതും അവരോട് നീതി പാലിക്കുന്നതും അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. ഇത് അസ്മമ്മാനെ ആട്ടി ഓടിച്ചപ്പോൾ ഇറങ്ങിയ ആയത്താണ്. നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യുന്നു. അപ്പോൾ ഉമ്മാനോട് അനീതിയാണ് അസ്മ കാണിച്ചത് എന്ന് അള്ളാഹ്ക്ക് അപ്പം ബോധ്യമായി. ഇനി 9-ാമത്തെ വാക്യം, മതവിഷയങ്ങളിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും സ്വന്തം വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും നിങ്ങളെ പുറത്താക്കുവാൻ സഹായം നൽകുകയും ചെയ്തവരോട് മൈത്രി ബന്ധം സ്ഥാപിക്കുന്നത് മാത്രമേ അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നുള്ളൂ. ആരെങ്കിലും അവരോട് മൈത്രി ബന്ധം സ്ഥാപിക്കുന്നുവെങ്കിൽ അക്കൂട്ടർ തന്നെയാണ് അക്രമികൾ. ഇങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് ആദ്യം തന്നെ ഇങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നില്ലേ? ആദ്യം അള്ളാഹു അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെ മാത്രം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ശത്രുത പുലർത്തുന്നവരോട് മാത്രം മൈത്രി ബന്ധം വിച്ഛേദിക്കണം എന്നല്ലല്ലോ ആദ്യം അള്ളാഹു പറഞ്ഞത്. അല്ലാത്തവരോടൊക്കെ വിച്ഛേദിക്കണമെന്നും ഇബ്രാഹിം സ്വന്തം ബാപ്പാനെ തന്നെ വിച്ഛേദിച്ച് പോന്നത് മാതൃകയാക്കണമെന്നും സ്വന്തം ബാപ്പാക്ക് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലും നിങ്ങൾ മാതൃകയാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അള്ളാഹു പിന്നെ മാറ്റി പറയുകയാണ് ഇവിടെ. അപ്പോൾ അള്ളാഹുവിന് യാതൊരു നിലപാടുമില്ല, ഒരു നിലവാരവുമില്ല. അള്ളാഹു ഓരോ സന്ദർഭത്തിൽ വാക്ക് മാറ്റി പറയുന്നതാണ് ഈ ഖുർആനിൽ നമ്മൾ കാണുന്നത് എന്നർത്ഥം. അന്യമതക്കാരോടും ഈ മതം വിശ്വസിക്കാത്തവരോടും ഈ മതം വിശ്വസിച്ചതിന് ശേഷം വിട്ടുപോയവരോടുമൊക്കെ എന്ത് സമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഈ ഖുർആൻ നിർദ്ധാരണം ചെയ്തിട്ട്, ഹദീസുകൾ നിർദ്ധാരണം ചെയ്തിട്ട് മതനിയമങ്ങൾ ഉണ്ടാക്കാൻ പോയ പണ്ഡിതന്മാർ ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിന്നിട്ടുണ്ട്. കാരണം ഏത് നിലപാടാണ് എടുക്കേണ്ടതെന്ന് അവർക്കറിയില്ല. മുഹമ്മദ് ഓരോ സന്ദർഭത്തിൽ ഓരോ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ചില സന്ദർഭത്തിൽ മുഹമ്മദ് അവിശ്വാസികൾക്ക് സ്വർഗം വരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സത്യവിശ്വാസികളാവണമെന്ന് പോലുമില്ല. സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഓൽക്ക് മോക്ഷം കിട്ടും എന്ന് വരെ പറഞ്ഞ ആയത്തിറക്കിയ സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതേസമയത്ത് സത്യവിശ്വാസികളല്ല എങ്കിൽ, ഈ മതം വിശ്വസിക്കാത്തവരാണെങ്കിൽ അവരുമായിട്ട് ഒരു തരത്തിലുള്ള സ്നേഹബന്ധമോ രക്തബന്ധമോ തുടരാൻ പാടില്ല എന്നും അക്കാര്യത്തിൽ ഇബ്രാഹിം നബീനെ മാതൃകയാക്കണം എന്നും പറയുന്നതും നമ്മൾ കണ്ടു.
അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞത് ഇങ്ങോട്ട് ശത്രുത ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അങ്ങോട്ട് ശത്രുത കാണിക്കേണ്ടതുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് നീതി പുലർത്തുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഇവിടെയും പറയുന്നു. ഇതൊക്കെ കൂടെ വായിച്ചാൽ പരസ്പര വിരുദ്ധമായ ഈ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ നിർദ്ധാരണം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു നിയമം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പല കോലത്തിലായിട്ട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേകന്നൂർ മൗലവി ഇതൊക്കെ പഠിച്ചിട്ട് പറഞ്ഞു സർവമത സത്യവാദം. മൗദൂദി ഇതൊക്കെ പഠിച്ചിട്ട് പറഞ്ഞു മുഹമ്മദ് മദീനയിൽ നടപ്പിലാക്കിയ ഇസ്ലാം മാത്രമാണ് ഇസ്ലാം, ബാക്കിയുള്ളതൊന്നും എടുക്കാൻ പാടില്ല. ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ ഭരണത്തിന് കീഴിൽ വരുന്നത് വരെ മറ്റുള്ളവർ മുസ്ലിങ്ങളെ ഭരിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അതൊക്കെ താകൂത്തിയാണ്, അതെല്ലാം ഇല്ലാതാക്കുന്നത് വരെ ജിഹാദ് ചെയ്യലാണ് മുസ്ലിമിൻ്റെ കടമ എന്ന് മദീന ഇസ്ലാം അങ്ങനെ പഠിച്ചിട്ട് മൗദൂദി വ്യാഖ്യാനിച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വ്യാഖ്യാനിച്ചവരും ഒരുപാടുണ്ട്. അപ്പോൾ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ, ഹദീസുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ സന്ദർഭങ്ങളും ഇതിൻ്റെ തഫ്സീറുകളും നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. അള്ളാഹ് ഇറങ്ങി വന്നിട്ട് ഖുർആൻ വായിച്ചിട്ട് ഒരു നിയമം ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അള്ളാഹിനെ കൊണ്ട് പോലും കഴിയില്ല. കാരണം ആ കോലത്തിലാണ് അള്ളാഹ് ആയത്തുകൾ ഇറക്കി വെച്ചിട്ടുള്ളത്. 23 കൊല്ലം കൊണ്ട് ഒരു മനുഷ്യന് ഓരോ സന്ദർഭത്തിലും മനസ്സിൽ തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അതെല്ലാം പരസ്പര വിരുദ്ധമായിട്ട് മാറും. ആ വൈരുദ്ധ്യങ്ങളെ കൂടെ വാരിക്കൂട്ടിയിട്ടൊരു പുസ്തകം ഉണ്ടാക്കി വെച്ചാൽ ആ പുസ്തകം നോക്കിയിട്ട് മനുഷ്യർക്ക് ഒരു കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ഖുർആൻ്റെ അവസ്ഥ, അത് തന്നെയാണ് ഇസ്ലാമിൻ്റെ അവസ്ഥ. ഇതൊക്കെ പറയുമ്പോൾ വിശ്വാസ സംരക്ഷകരായ ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നാ നിങ്ങൾ ഇതിന് പകരം ബദൽ ഒരു സാധനം കൊണ്ടുവരൂ എന്ന് പറയും. ഇതിനൊക്കെ ബദലുണ്ട് കൂട്ടരെ. മനുഷ്യരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിന് ഇന്ന് ലോകത്തെല്ലായിടത്തും ബദലുണ്ട്. ഇതിന് ഈ പറഞ്ഞ ഈ ഒരൊറ്റ കാര്യത്തിന് ബദൽ ഞാൻ അവതരിപ്പിച്ചു തരാം. എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ബദൽ അവതരിപ്പിച്ചു തരാം. മനുഷ്യനെ മനുഷ്യനായി കാണുക. ഏത് വിശ്വാസമായാലും ശരി, ജാതി, മതം, വർഗം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗം തുടങ്ങിയ ഏതൊരു ഭേദവും ഇല്ലാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരോടും നീതി പുലർത്തണം എന്ന് പറയാൻ എന്തിനാണ് വേറൊരു ബദല്? സർവ്വ മനുഷ്യരും ലോകത്ത് അംഗീകരിക്കുന്ന ഒരു മനുഷ്യാവകാശ തത്വമാണത്. ആ മനുഷ്യാവകാശ തത്വത്തെ ഞാൻ ഈ ഖുർആന് ബദൽ വെക്കുന്നു. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഈ ഖുർആനാണ് മറ്റേതിനേക്കാളും മെച്ചമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ലോകത്തിലെ എല്ലാ മനുഷ്യരും, ഏത് മതക്കാരോ ഏത് ജാതിക്കാരോ ഏത് വംശക്കാരോ ആവട്ടെ, ഏത് വർണ്ണത്തിൽപ്പെട്ടവരാവട്ടെ, ഏത് ലിംഗത്തിൽപ്പെട്ടവരാവട്ടെ, മനുഷ്യനായി പിറന്ന എല്ലാവരെയും മനുഷ്യരായി മാത്രം കണ്ടുകൊണ്ട് സ്നേഹിക്കണം, മനുഷ്യരായി അവരോട് പെരുമാറണം. ഒരു മനുഷ്യരോടും ശത്രുത പാടില്ല. ഇങ്ങോട്ട് ശത്രുതയുള്ളവരാണെങ്കിൽ പോലും അതിന് പകരം ശത്രുത എന്ന ആശയമല്ല വേണ്ടത്. മനുഷ്യന് ശത്രുക്കളാണെങ്കിൽ പോലും അവരോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയണം എന്നാണ് ഇതിന് ബദലായിട്ട് നമുക്ക് പറയാനുള്ളത്. ആ ബദലിനെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കൊണ്ടുവെക്കാൻ പറ്റുമോ? മനുഷ്യനെ മനുഷ്യനായി കാണുക എന്ന ഒരൊറ്റ വാചകം ഇതിന് ബദൽ വെച്ച് കഴിഞ്ഞാൽ ഏതായിരിക്കും മികച്ചു നിൽക്കുക തുലാസിൽ? നീതിയുടെ തുലാസിൽ, മനുഷ്യത്വത്തിൻ്റെ തുലാസിൽ, ധർമ്മത്തിൻ്റെ തുലാസിൽ ഏതാ ഉയർന്നു നിൽക്കുക, ഏതാ താഴ്ന്നു നിൽക്കുക? സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിക്കുക. ഇതാണ് നമുക്കിതിന് പകരം വെക്കാനുള്ള ബദൽ എന്ന് പറയുന്നത്. ഈ അധ്യായത്തിൽ ഇനി ഒരു 3-4 വാക്യങ്ങൾ കൂടിയാണ് ചർച്ച ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ വാക്യങ്ങൾ കൂടി ചർച്ച ചെയ്യാം.